മാനസിക വെല്ലുവിളി നേരിടുന്ന പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് അദ്ദേഹത്തിനെതിരെ നിലവിലുള്ള കേസ്. അദ്ദേഹത്തിന്റെ അറസ്റ്റിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെയുള്ള സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്ന് അനുകൂലിച്ചും പ്രതികൂലിച്ചും ശക്തമായ പ്രതികരണങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കൂട്ടം ആളുകൾ കടുത്ത വിമർശനവുമായി രംഗത്തെത്തുമ്പോൾ മറ്റൊരു കൂട്ടം ആളുകൾ കേസിന്റെ സത്യാവസ്ഥയെ പറ്റി സംശയിക്കുകയാണ്. അത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഇത്തരത്തിലൊരു പുതിയൊരു മൂവ്മെന്റ് നടക്കുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ഒരു പ്രധാന വാദം എന്തെന്നാൽ പരാതി നൽകിയിരിക്കുന്നത് കുട്ടിയുടെ രണ്ടാനമ്മയാണ് എന്നതാണ്. ചിലരുടെ ആരോപണം അനുസരിച്ച് അവർ ഫിലിപ്പ് മമ്പാടിനോട് പണം ആവശ്യപ്പെടുകയും അത് അദ്ദേഹം നിഷേധിച്ചതോടെ കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ബ്ലാക്ക്മെയിൽ ചെയ്തു എന്നാണ് ഒരു വിഭാഗം ആളുകളിൽ നിന്നുള്ള പ്രതികരണം ലഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വോയിസ് റെക്കോർഡുകൾ അദ്ദേഹത്തിന്റെ പക്കൽ ഉണ്ടെന്നും ഇവർ പറയുന്നു. എന്നാൽ ഈ കാര്യങ്ങളൊന്നും തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ഇതൊക്കെ വെറും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും മാത്രമാണ്. അതേസമയം സോഷ്യൽ മീഡിയയിൽ മറ്റു ചില പ്രചരണങ്ങളും കാണുന്നുണ്ട്. അതായത് മലപ്പുറം, മഞ്ചേരി, നിലമ്പൂർ മേഖലയിൽ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് പണ്ടുണ്ടായ ചില സംഭവങ്ങളൊക്കെ എടുത്തു പറയുന്നുണ്ട്. ആ സംഭവങ്ങളൊന്നും യാഥാർത്ഥ്യമാണോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അതിന് യാതൊരു ഔദ്യോഗിക സ്വഭാവമില്ല. ഔദ്യോഗികമായി യാതൊരു വിവരങ്ങളും ഇല്ലാത്ത കാര്യമായതുകൊണ്ട് തന്നെ നമ്മൾ ആ കാര്യത്തിലേക്കൊന്നും കടക്കുന്നില്ല. ഇതിന് അവർ CCTV ദൃശ്യങ്ങൾ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഔദ്യോഗികമായിട്ട് പുറത്തു വന്നിട്ടില്ല. പോലീസ് അന്വേഷണം നടക്കട്ടെ. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഔദ്യോഗികമായിട്ട് പുറത്തു വരുമ്പോൾ നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം. എന്തായാലും ഇതിൽ ഒരുപാട് കാര്യങ്ങളാണ് രണ്ട് ഭാഗത്തു നിന്നും വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കാനും വയ്യ, വിശ്വസിക്കാതിരിക്കാനും വയ്യ എന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളെ വളരെ സൂക്ഷ്മത പാലിക്കണം നമ്മൾ ഓരോരുത്തരും എന്നാണ് സ്വന്തത്തോടൊപ്പം നിങ്ങളോടും എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. പോസ്കോ കേസ് എന്ന് പറഞ്ഞാൽ അത് സാധാരണ കേസല്ല. അത് വളരെ ഗൗരവമുള്ള ഒരു നടപടിയാണ്. കുട്ടികളുടെ സുരക്ഷയാണ് ആ കേസിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഘടകം. ഫിലിപ്പ് മമ്പാടിനെ വ്യക്തിപരമായിട്ടുള്ള പരിചയമുള്ള ആളുകൾക്ക് ഈ കേസ് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് നമുക്ക് സോഷ്യൽ മീഡിയയിലെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അവർക്ക് അതിൻ്റെതായ ന്യായങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവർ അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നത്. അതേസമയം തന്നെ നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കണം.